അക്ഷരം ദില്ലി ദാലിയുടെ പുതിയ ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. പോഡ്കാസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി ചെയ്യുന്ന ഒരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി പറയുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ എളിയ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അക്ഷരം എന്നതാണ് ഈ പുതിയ ലക്കം പോഡ്കാസ്റ്റ്. സൽമാൻ റുഷ്ദി എഴുതിയ നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകത്തിൻ്റെ ഒരു വായനാനുഭവമാണ് ഇത്. എന്നാൽ മറ്റൊരു വിധേനയും അതിനെ പറയാവുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു വായനാനുഭവം എന്നതിലും ഉപരി ഈ പോഡ്കാസ്റ്റ് നൈഫ് എന്ന പുസ്തകത്തിൽ സൽമാൻ റുഷ്ദി പരാമർശിക്കുന്ന നിരവധി പുസ്തകങ്ങളുടെയും പാട്ടുകളുടെയും ഒക്കെ സിനിമകളുടെയും ഒക്കെ ഒരു അനുഭവമാണ്. വധശ്രമത്തെ അതിജീവിച്ച ഒരാളുടെ മനനങ്ങൾ എന്നാണ് നൈഫ് എന്ന ഈ പുസ്തകത്തിന് സൽമാൻ റുഷ്ദി നൽകിയിരിക്കുന്ന ഉപതലക്കെട്ട്. മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ. വധശ്രമത്തെ അതിജീവിച്ച ഒരാളുടെ മനനങ്ങൾ. മരണം മുന്നിൽ വന്ന് പിൻവാങ്ങിയപ്പോൾ റുഷ്ദിയിൽ അതിജീവിച്ചത് എന്താണോ അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മൂല്യം എന്നത്. റുഷ്ദിയിൽ അതിജീവിച്ചത് അക്ഷരം ആണ്. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നശിക്കാത്തതെന്താണോ അത് എന്നാണല്ലോ. നൈഫ് എന്ന പുസ്തകത്തിൽ മൃത്യാനുഭവത്തേക്കാൾ മുന്നിൽ വന്നു നിന്ന കൊലയാളിയേക്കാൾ കണ്ണിലും കവിളിലും കഴുത്തിലും കയ്യിലുമൊക്കെ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കിയ ഒരു കത്തിയേക്കാൾ പ്രാചീനമെന്ന് തോന്നിപ്പിച്ച ഫത്വ എന്ന വധഭീഷണിയേക്കാൾ ഈ വധശ്രമാനന്തര മനനങ്ങളിൽ ആ എഴുത്തുകാരനിൽ ഏറ്റവും ഊർജവത്തായി നിലനിൽക്കുന്നത് ആയുർദൈർഘ്യത്തിലുടനീളം അദ്ദേഹത്തെ സ്വാധീനിച്ച എഴുത്തുകാരും എഴുത്തുകളുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടത് കൈയിൽ കുത്തേറ്റിരുന്നു റുഷ്ദിക്ക്, ആഴമുള്ളത്. ഏതാണ്ട് എല്ലാ ഞരമ്പുകളെയും അത് മുറിച്ചു കളഞ്ഞു. കഴുത്തിൽ രണ്ടിടത്ത് ആഴത്തിൽ മുറിവുകളുണ്ടായിരുന്നു. വലത്തെ കവിളിൽ കുത്തേറ്റിരുന്നു. നെഞ്ചിൽ 3 കുത്തേറ്റിരുന്നു. വായുടെ ഇടതുവശത്ത് കുത്തേറ്റിരുന്നു. മേൽനെറ്റിയിൽ കുത്തേറ്റിരുന്നു. എന്നാൽ ഏറ്റവും ആഴത്തിൽ കുത്തേറ്റത് വലത് കണ്ണിനാണ്. കണ്ണിനെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഞരമ്പുകളെ വരെ കീറി മുറിച്ച് ആ കത്തി ആഴത്തിലേക്ക് പോവുകയായിരുന്നു. ദിവസങ്ങളോളം ബോധമില്ലാതെ കിടന്ന റുഷ്ദിക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ ലോകം മുഴുവൻ അക്ഷരങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതായി, അക്ഷരങ്ങളുടെ വാസ്തുവിദ്യയായി അദ്ദേഹത്തിന് തോന്നി. അതാണ് പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ രാവും എന്ന കവിവാക്യം പോലെയുള്ള ഒരു മാനസികാവസ്ഥയിൽ റുഷ്ദിക്ക് ലോകം അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. മരണത്തിൽ നിന്നും തിരികെ എത്തിയ സൽമാൻ റുഷ്ദിയുടെ ആദ്യ വ്യക്തിസത്ത എന്നത് എഴുത്തുകാരൻ എന്ന നിലയിലായിരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗം മലയാളത്തിലാക്കിയത് ഞാൻ ഇപ്പോൾ വായിക്കാം. റുഷ്ദി എഴുതുന്നു: എനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ചില ദൃശ്യങ്ങൾ മുന്നിൽ തെളിഞ്ഞു. അവയെല്ലാം വാസ്തുഘടനകളായിരുന്നു. ബൃഹത്തായ കൊട്ടാരങ്ങളും എടുപ്പുകളും എവിടെയും. എന്നാൽ എല്ലാ എടുപ്പുകളും ഉണ്ടാക്കിയിട്ടുള്ളത് അക്ഷരങ്ങളെ കൊണ്ടാണ്. മനോഹരങ്ങളായ ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അക്ഷരങ്ങൾ എന്ന ഇഷ്ടികകൾ കൊണ്ടാണ്. ലോകമെന്നാൽ വാക്കുകളാണ് എന്നെനിക്ക് തോന്നിപ്പോയി. ഭാഷയും കവിതയും ഉണ്ടാക്കിയ അടിസ്ഥാന വസ്തുക്കൾ കൊണ്ട് ഉണ്ടായതാണ് ഈ ലോകവും. ഇതാണ്
ബോധമുണ്ടായപ്പോൾ, സർജറിക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യമായി അദ്ദേഹത്തിനുണ്ടായ തോന്നലുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ മുദ്ര എന്നത് എഴുത്തിൻ്റെ, എഴുതപ്പെട്ടവയുടെ അജയ്യതയെ അത് ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ നേരെയുള്ള വധശ്രമത്തെ ഓർത്തെടുക്കുമ്പോഴും തന്നെ കൊല്ലാൻ ഒരുമ്പെട്ടിറങ്ങിയ ആളിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എല്ലാം സൽമാൻ റുഷ്ദിയുടെ റെഫറൻസ് പോയിന്റുകൾ ഒരുപക്ഷെ സാമുവൽ ബെക്കറ്റ് ആകാം, അല്ലെങ്കിൽ ഷേക്സ്പിയർ ആകാം, അതുമല്ലെങ്കിൽ ഒരു ലോർക്ക കവിതയാകാം, അതുമല്ലെങ്കിൽ ഒരു ബീറ്റിൽസ് ഗാനമാകാം എന്നതാണ്. മനുഷ്യനല്ല അനശ്വരൻ. മരണമില്ലാത്തത് മനുഷ്യനല്ല, അവൻ എഴുതിയ അക്ഷരത്തിനാണ് മരണമില്ലാത്തത്. അക്ഷരത്താൽ ഉരുവായ ആശയത്തിന് മരണമില്ല. റുഷ്ദി ഈ പുസ്തകത്തിൽ ആദ്യം പരാമർശിക്കുന്ന പുസ്തകം 1974 പുറത്തിറങ്ങിയ സെൻ ആൻഡ് ദി ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് ആണ്. കാരണം റുഷ്ദിയുടെ ആദ്യ നോവൽ പുറത്തിറങ്ങിയ വർഷം പുറത്തിറങ്ങുകയും റുഷ്ദിയുടെ നോവലിനേക്കാൾ ലോകപ്രിയമാവുകയും ചെയ്ത ഒരു പുസ്തകമാണ് അത്. തനിക്ക് മോട്ടോർ സൈക്കിളുകളോട് അത്ര പ്രിയമൊന്നുമില്ലെന്നും സെൻ ബുദ്ധിസത്തിലാകട്ടെ ഒട്ടും താല്പര്യമില്ലെന്നും പറഞ്ഞിട്ട് റുഷ്ദി പറയുകയാണ്, എന്നാലും പുസ്തകത്തിലെ ഒരു വാക്ക് തനിക്കിഷ്ടപ്പെട്ടു എന്ന്. ചൗറ്റാക്കുവാസ് എന്നുള്ളതാണ് ആ വാക്ക്. സഹനഭാവത്തോടെ, തുറസ്സോടെ, സ്വാതന്ത്ര്യത്തോടെ ആളുകൾ ഒത്തുകൂടുന്ന ഒരിടമാണ് ചൗറ്റാക്കുവാസ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ചൗറ്റാക്കുവ മൂവ്മെൻറ്റ് എന്ന ഒരു പ്രസ്ഥാനം ഈ തടാകക്കരയിൽ തുടങ്ങി അമേരിക്ക മുഴുവൻ പടർന്നിരുന്നു. തിയോഡർ റൂസ്വെൽറ്റ് ആ മൂവ്മെൻറ്റിനെ വിളിച്ചത് ദ മോസ്റ്റ് അമേരിക്കൻ തിങ് ഇൻ അമേരിക്ക എന്നാണ്. അതേ ചാറ്റാക്കുവയിൽ വെച്ചാണ് സൽമാൻ റുഷ്ദിക്ക് കുത്തേൽക്കുന്നത്. സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആംഫി തിയേറ്ററിൽ വെച്ച് ഒരാളുടെ പരാജയപ്പെട്ടു പോയ വധശ്രമമായി അത് മാറി. സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആംഫി തിയേറ്ററിൽ വെച്ച് ഒരാളുടെ പരാജയപ്പെട്ടു പോയ വധശ്രമം, അസഹിഷ്ണുതയുടെ ഒരസംബന്ധ നാടകം. വധശ്രമത്തിന് തലേന്ന് പൗർണമിയായിരുന്നു. പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ റുഷ്ദിയുടെ മനസ്സിലേക്ക് മഹാഭാരതവും ഇറ്റാലോ കാൽവിനോയും കടന്നു വന്നു. ശ്രീകൃഷ്ണനും അർജുനനും അടങ്ങിയ ചന്ദ്രവംശത്തെക്കുറിച്ച് റുഷ്ദി എഴുതുന്നുണ്ട് ഈ പുസ്തകത്തിൽ. കോസ്മിക് കോമിക്സ് എന്ന കഥയിൽ ഇറ്റാലോ കാൽവിനോയുടെ ചന്ദ്രൻ ഭൂമിയോട് കൂടുതൽ അടുത്ത് നിന്നിരുന്ന ഒരു കാലമുണ്ട്. കമിതാക്കൾക്ക്, ഭൂമിയിലെ കമിതാക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി വരാമായിരുന്നു. അത്ര അടുത്ത് നിന്നിരുന്നു ചന്ദ്രൻ ഭൂമിയോട് ഇറ്റാലിയോ കാൽവിനോയുടെ ഈ കഥയിൽ. ഈ സമയത്ത് റുഷ്ദി 1902 ഇറങ്ങിയ 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സൈലന്റ് ഫിലിമിനെയും ഓർക്കുന്നുണ്ട്. ജോർജസ് മിലിയസ് സംവിധാനം ചെയ്ത ചാന്ദ്രയാത്രയെക്കുറിച്ചുള്ള ഫിലിം ലെ വോയേജ് ഡാൻസ് ലാ ലൂനെ എന്ന സിനിമയാണത്. വധശ്രമം നടന്നതിൻ്റെ തലേന്ന് പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ ആ സിനിമയിലെ ഒരു രംഗം റുഷ്ദിക്ക് ഓർമ്മ വന്നിരുന്നു. അത്ഭുതകരമാണ് അത്. ചന്ദ്രൻ്റെ വലത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഒരു ബാഹ്യാകാശ പേടകം ചന്ദ്രനിൽ വന്നിറങ്ങുന്നതാണ് അത്. പിറ്റേന്ന് വൈകുന്നേരം റുഷ്ദിയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ഈ ഒരു അനുഭവത്തെ റുഷ്ദി 100 Years of Solitudeലെ ആദ്യ വാചകവുമായി താരതമ്യപ്പെടുത്തുകയാണ്. നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിൻ്റെ സ്വഭാവമുള്ള ഒരു തോന്നൽ വളരെ നേരത്തെ തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ്. പിറ്റേന്ന് തൻ്റെ കണ്ണിലേക്കൊരാൾ കത്തി കുത്തി ഇറക്കും എന്നുള്ളത് നേരത്തെ അറിയാതെ തന്നെ തലേന്ന് രാത്രിയിൽ അതേ സ്ഥലത്ത് വെച്ച് 1961 ഒരു സൈലന്റ് ഫിലിമിൽ ഒരു ബാഹ്യാകാശ പേടകം ചന്ദ്രൻ്റെ വലത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ലാൻഡ് ചെയ്യുന്ന ദൃശ്യം ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് മാർക്കേസിൻ്റെ നോവലിലെ ആദ്യ വാചകവുമായിട്ട് സൽമാൻ റുഷ്ദി താരതമ്യപ്പെടുത്തുന്നത്.
ആ വാചകം ഇതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാചകമാണ്. മെനി ഇയേഴ്സ് ലേറ്റർ ആസ് ഹി ഫേസ്ഡ് ദ ഫയറിംഗ് സ്ക്വാഡ്. മെനി ഇയേഴ്സ് ലേറ്റർ ആസ് ഹി ഫേസ്ഡ് ദി ഫയറിംഗ് സ്ക്വാഡ്. നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിൻ്റെ സ്വഭാവമുള്ള തോന്നൽ വളരെ നേരത്തെ ഉണ്ടാകുക. പിറ്റേന്ന് റുഷ്ദിക്ക് നേരെ വധശ്രമമുണ്ടായി. ആ കഥ നേരിട്ട് നമ്മോട് പറയുവാനായി അദ്ദേഹം അതിജീവിച്ചു. റുഷ്ദി പറയുന്നു, മെക്കാഡോ ഡി അസീസിൻ്റെ അതിമനോഹരമായ ബ്രസീലിയൻ നോവലായ ദ പോസ്തുമസ് മെമ്മേഴ്സ് ഓഫ് ബ്രാസ് ക്യൂബാസിൽ നായകൻ പറയുന്നുണ്ട്, അയാളുടെ കഥ അയാൾ പറയുന്നത് ശവക്കല്ലറയ്ക്കും അപ്പുറത്ത് നിന്നാണ് എന്ന്. ഇത് പറഞ്ഞിട്ട് റുഷ്ദി കത്തികളെക്കുറിച്ച് പറയാൻ കൂട്ടുപിടിക്കുന്നത് പൊളാൻസ്കിയുടെ പ്രശസ്തമായ സിനിമ നൈഫ് ഇൻ ദ വാട്ടർ ആണ്. അതുപോലെ കത്തി വരുന്ന മറ്റ് 2 പുസ്തകങ്ങളും. ഫിലിപ്പ് പുൾമാൻ എഴുതിയ സറ്റിൽ നൈഫ് എന്ന പുസ്തകം, കഫ്കയുടെ ദ ട്രയലിൽ നായകൻ കൊല്ലപ്പെടുന്ന കത്തി. ട്രയലിൻ്റെ അവസാനത്തെ പേജിൽ അയാൾ കൊല്ലപ്പെടുകയാണ്. ലൈക്ക് എ ഡോഗ് ഹി തോട്ട് ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വാണ്ടഡ് ദ ഷെയിം ഓഫ് ഇറ്റ് ടു ഔട്ട്ലിവ് ഹിം എന്നുള്ളതാണ് കഫ്കയുടെ ട്രയലിലെ അവസാന ഭാഗത്തെ ഈ വാചകം. ലൈക്ക് എ ഡോഗ് ഹി തോട്ട് ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വാണ്ടഡ് ദ ഷെയിം ഓഫ് ഇറ്റ് ടു ഔട്ട്ലിവ് ഹിം. ആ കത്തിയും റുഷ്ദി ഓർക്കുകയാണ്. ഇവിടെ സൽമാൻ റുഷ്ദി സാത്താൻ്റെ വചനങ്ങളിലെ ആദ്യ വരികൾ കുറിച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ ഈ ഭാഗത്ത്. ഗബ്രിയേൽ ഫരിഷ്ഠ സ്വർഗത്തിലിരുന്ന് പാടി, വീണ്ടും ജനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മരിക്കേണ്ടതുണ്ട്. ഇത് സാത്താൻ്റെ വചനങ്ങളിലെ സൽമാൻ റുഷ്ദിയുടെ നോവലിലെ ഒരു ഭാഗമാണ്. ഗബ്രിയേൽ ഫരിഷ്ഠ സ്വർഗത്തിലിരുന്ന് പാടുകയാണ്, വീണ്ടും ജനിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മരിക്കേണ്ടതുണ്ട്. നൈഫ് എന്ന പുസ്തകത്തിൽ മറ്റൊരിടത്ത് റുഷ്ദി ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ മരിച്ചാലും ഈ പാവം പുസ്തകം, ദ സാറ്റാനിക് വേഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ മരിച്ചാലും ഒരു പാവം പുസ്തകം, ഒരു തെറ്റും ചെയ്യാത്ത പുസ്തകം സാത്താൻ്റെ വചനങ്ങൾ അതിജീവിച്ചിരുന്നെങ്കിൽ എന്ന്. എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. പുസ്തകത്തിൻ്റെ 28-ാം പേജിൽ PG വുഡ്ഹൗസിനെ കുറിച്ച് സ്നേഹപൂർവ്വം സ്മരിച്ചിട്ട് പരാമർശിച്ചിട്ട് 29-ാമത്തെ പേജിൽ റുഷ്ദി ഇങ്ങനെ എഴുതുന്നു, സന്തോഷത്തെക്കുറിച്ച് എഴുതുവാൻ എനിക്കെന്നും താല്പര്യമായിരുന്നു, എന്നാൽ അത് എന്നും എനിക്ക് ആയാസകരമായിരുന്നു താനും. ഫ്രഞ്ച് എഴുത്തുകാരൻ ഹെൻറി ഡി മോൺസെർലാൻഡിൻ്റെ ഒരു പ്രശസ്ത വാചകമുണ്ട്, സന്തോഷം എന്നത് വെള്ളക്കടലാസിൽ വെളുത്ത മഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. അത് നമുക്ക് കാണാൻ കഴിയില്ല, അദൃശ്യമാണ്. ഇറ്റ് ഡസൻറ്റ് ഷോ അപ്പ്. ഇതാണ് റുഷ്ദി എഴുതിയിരിക്കുന്നത്. ജീവിത പങ്കാളി എലീസയും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ കവി റിൽക്കെ കടന്നു വരുന്നു. അവൾക്ക് റിൽക്കയെ ഇഷ്ടമാണ്. റിൽക്കെ പറഞ്ഞിട്ടുണ്ട്, സൗന്ദര്യം എന്നത് ഭീകരതയുടെ തുടക്കമാണ് എന്ന്. നാം സഹിക്കുവാൻ പോകുന്ന ഭീകരതയുടെ തുടക്കം നാം ബഹുമാനിച്ച് തുടങ്ങുന്നു, അത് ശാന്തമായി വന്ന് നമ്മെ നശിപ്പിക്കുന്നു. ഇതാണ് റിൽക്കയുടെ വരികൾ. എലീസ കവിയാണ്. എലീസയുടെ 3 വരികൾ സൽമാൻ റുഷ്ദി ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഐ ആം ആൻ ഔട്ട്ലോ വുമൺ, ഷാഡോ ഡാൻസിങ്, മൈ ലൈഫ് ടു ക്യൂട്ട് ടു ബ്രൂയിസ്, വാട്ട് ഈസ് ദി നെയിം ഫോർ ദോസ് ഹു കളക്ട് ദ ബ്യൂട്ടിഫുൾ. ഇതാണ് എലീസയുടെ വരികൾ റുഷ്ദി ഉദ്ധരിച്ചിരിക്കുന്നത്. കവിയുടെ ലോകത്തെക്കുറിച്ച് വളരെ രസകരമായ കവികളുടെ ലോകത്തെക്കുറിച്ച് വളരെ രസകരമായ ഒരു നിരീക്ഷണം റുഷ്ദി ഇവിടെ നടത്തുന്നുണ്ട്. മലയാളത്തിലെ കവികളെയും കഥാകാരന്മാരെയും പറ്റി പറയുമ്പോൾ ഇതെത്ര കണ്ട് ശരിയാണ് എന്നെനിക്ക് തീർച്ച പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും കുറച്ച് ശരിയുണ്ട് എന്നാണ് തോന്നുന്നു. മലയാളത്തിലെ കവികളുടെയും നോവലിസ്റ്റുകളുടെയും ഒക്കെ കാര്യം എടുക്കുമ്പോഴും റുഷ്ദി ഇതാണ് പറയുന്നത് കവികളുടെ ലോകത്തെക്കുറിച്ച്. നോവലിസ്റ്റുകളുടെ ലോകത്തേക്കാൾ പരസ്പരം കൂടുതൽ അടുപ്പമുള്ളതാണ് കവികളുടെ ലോകം.
കവികൾക്ക് പരസ്പരം അറിയാം. അവർ എഴുതുന്നത് അവർ പരസ്പരം വായിക്കാറുണ്ട്. അവർ ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ട്. ഒരുമിച്ചിരുന്ന് അവരവരുടെ കവിതകൾ വായിക്കാറുണ്ട്. ഒരുമിച്ച് കാവ്യസന്ധ്യകൾ ഒരുക്കാറുണ്ട്. കവികൾ പരസ്പരം ഫോണിൽ വിളിക്കും. വളരെ വൈകി രാത്രികളിൽ പരദൂഷണവും പറയും. എന്നാൽ ഒരു നോവലിസ്റ്റ് വർഷങ്ങളോളം ഒരു മുറിയിൽ ഒരു കസേരയിൽ അങ്ങനെ ഇരുന്ന് കളയും. കവികളുടേത് കുറച്ചുകൂടി വലിയ കൂട്ടുകുടുംബമാണ്. ഇതാണ് സൽമാൻ റുഷ്ദി നൈഫ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നൈഫ് എന്ന പുസ്തകത്തിൽ സൽമാൻ റുഷ്ദി പരാമർശിക്കുന്ന എഴുത്തുകാരെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും മാത്രമാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മരിക്കാത്തത് മനുഷ്യനല്ല, മനുഷ്യൻ എഴുതിയ അക്ഷരങ്ങളാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഈ പുസ്തകം. ഓർമ്മകൾ എങ്ങനെയാണ് ഒരു പുതിയ സാഹിത്യ രൂപമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പുതിയൊരു പുസ്തകത്തെക്കുറിച്ച് സൽമാൻ റുഷ്ദി പറയുന്നുണ്ട്. മെക്സിക്കൻ എഴുത്തുകാരിയായ സഫിയ സിൻക്ലെയർ എഴുതിയ ഹൗ ടു സേ ബാബിലോൺ എന്നുള്ളത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ പുസ്തകം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വായിക്കാൻ വേണ്ടി. ഹൗ ടു സേ ബാബിലോൺ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ റുഷ്ദി വിർജീനിയ വുൾഫിനെ ഉദ്ധരിക്കുന്നുണ്ട്. സ്വകാര്യത എന്നത് ഇന്ത്യയിൽ സമ്പന്നർക്കു മാത്രം സാധ്യമായിട്ടുള്ളതാണ്, സ്വന്തമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് സൽമാൻ റുഷ്ദി പറയുകയാണ്, വിർജീനിയ വുൾഫ് ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല എങ്കിലും അവർ എഴുതി, ടു ഹാവ് എ റൂം ഓഫ് വൺസ് ഓൺ വൺ മസ്റ്റ് ഹാവ് മണി. സ്വന്തമായി ഒരാൾക്കൊരു മുറി വേണമെങ്കിൽ അയാൾക്ക് ആദ്യം അതിനുള്ള പണമുണ്ടായിരിക്കണം. ഇന്ത്യയിലെ ദരിദ്ര ജനങ്ങൾക്ക് അതില്ല എന്ന് സൽമാൻ റുഷ്ദി പറയുന്നു. ഈ പുസ്തകത്തിൽ 1-2 തവണ വർത്തമാനകാല ഇന്ത്യ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള അഗാധമായ വേദനയും ക്രോധവും സൽമാൻ റുഷ്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പിന്നീടൊരിക്കൽ ഞാൻ പറയാം. സൽമാൻ റുഷ്ദിയും കവിയായ എലീസയും വിവാഹിതരായത് ഈ ലോകത്തോട് വിളിച്ചു പറയാതെയാണ്. സ്വകാര്യമായിട്ട് നടത്തിയ വിവാഹമാണ്. കൂട്ടുകാരെ മാത്രം വിളിച്ചു വരുത്തി സോഷ്യൽ മീഡിയയിൽ പറയരുതെന്ന് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട് നടന്ന ഒരു വിവാഹമാണ്. 2021 സെപ്റ്റംബർ 24 അവർ വിവാഹിതരായത്. വിവാഹ ദിവസം റുഷ്ദി ഇ കമ്മിൻസിൻ്റെ ഒരു കവിത എലീസയ്ക്കായി ചൊല്ലി. ഞാൻ നിന്റെ ഹൃദയം എന്നോടൊപ്പം കരുതുന്നു, അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. ഇതായിരുന്നു ഇ കമ്മിൻസിൻ്റെ കവിത. വിവാഹ ദിവസം എലീസയ്ക്കായി റുഷ്ദി ചൊല്ലിയ കവിതയാണ് ഞാൻ നിന്റെ ഹൃദയം എന്നോടൊപ്പം കരുതുന്നു, അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു എന്ന്. റുഷ്ദിയുടെ 75ാം പിറന്നാളിൻ്റെ അന്ന് ആതിഥേയനായിരുന്ന സ്റ്റീവ് മർഫി സമ്മാനമായി നൽകിയത് സൽമാൻ റുഷ്ദിയുടെ ഒരു ഇഷ്ടഗാനമാണ്, ബോബ് ഡിലൻ്റെ ലവ് -0 നോ ലിമിറ്റ് എന്ന ഗാനം. എന്താണ് ജീവിതത്തിലെ പൂർണ്ണ സംതൃപ്തി? ഹാപ്പിനെസ് എന്നത് ഈ പുസ്തകത്തിലുടനീളം ഒരു വിഷയമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഹാപ്പിനെസ് എന്നത് വെള്ളക്കടലാസിൽ വെള്ളമഷിയിൽ എഴുതപ്പെട്ടതാണെന്ന് ഒരു വാചകം. എന്താണ് ജീവിതത്തിലെ പൂർണ്ണ സംതൃപ്തി? അത് ആർക്കെങ്കിലും ലഭിക്കുമോ? പ്രിമോ ലെവിയുടെ മഹത്തായ രചന ഇഫ് ദിസ് ഈസ് എ മാനിൽ നിന്നും സൽമാൻ റുഷ്ദി ഉദ്ധരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: പൂർണ്ണ സംതൃപ്തി ലഭിക്കുക അസാധ്യമാണ്, പൂർണ്ണ അസംതൃപ്തിയും ലഭിക്കുക അസാധ്യമാണ്. എന്നാൽ സൽമാൻ റുഷ്ദിക്ക് കുത്തേറ്റ ദിവസം എലീസ പ്രിമോ ലെവിയെ തിരുത്തുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്നത് പരിപൂർണ അസംതൃപ്തി എന്ന ഒരു രാജ്യത്തിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് പരിപൂർണ അസംതൃപ്തി എന്ന രാജ്യത്തിലാണ്. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ആയിരുന്നു സൽമാൻ റുഷ്ദിയുടേത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർ സൽമാൻ റുഷ്ദിയോട് പറയുകയാണ്, കത്തി കൊണ്ട് കുത്താൻ അറിയാത്ത ആൾ കുത്തിയത് താങ്കളുടെ ഭാഗ്യം, ലോകത്തിൻ്റെയും ഭാഗ്യം. സൽമാൻ റുഷ്ദി ജീവിക്കാൻ പോവുകയാണ്. ബോധം തെളിഞ്ഞപ്പോൾ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാസ്തുപ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം
എന്നതും ഈ പ്രപഞ്ചം എന്നത് ആശയമാണ് എന്നും ഉള്ളൊരു ദൃശ്യമാണ് സൽമാൻ റുഷ്ദിക്ക് തോന്നിയത് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പകുതി പ്രജ്ഞ, പകുതി അബോധം, അക്ഷരം മാത്രം, നിത്യം സത്യം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റുഷ്ദി ബർഗ്മാനെ സ്വപ്നം കാണുന്നുണ്ട്. സെവൻത് സീൽ എന്ന സിനിമയിലെ പ്രശസ്തമായ ദ സെവൻ സീൽ എന്ന സിനിമയിലെ ഒരു രംഗമായിരുന്നു സൽമാൻ റുഷ്ദി സ്വപ്നം കണ്ടത്. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം രാജാവ് തിരിച്ചെത്തുകയാണ്. മരണവുമായി ചതുരംഗം കളിക്കുകയാണ്. മരണത്തോട് ചെക്ക് മേറ്റ് പറയുകയാണ്. പക്ഷേ സ്വപ്നത്തിൽ രാജാവ് സൽമാൻ റുഷ്ദി ആയിരുന്നു മരണത്തോട് ചെക്ക് മേറ്റ് പറയുന്നത്. ശസ്ത്രക്രിയയുടെ 3-ാം നാൾ ഓഗസ്റ്റ് 15 ആയിരുന്നു സൽമാൻ റുഷ്ദിയുടെ രാജ്യമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. അവിടെ അത് പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഞാൻ ജീവിതത്തിലെ 2ാമത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത് എന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം ഇന്ത്യയിലും എൻ്റെയും ജീവിതത്തിൽ. ഇവിടെയാണ് അദ്ദേഹം വിശദമായി ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്, തീവ്ര വലതുപക്ഷത്തിലേക്ക് ചായുന്ന ഒരു ഹിന്ദുരാഷ്ട്രം ചമയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലൂടെ ഒരു ഭരണകൂടം നീങ്ങുന്നതിനെക്കുറിച്ചൊക്കെ അതീവ വേദനയോടുകൂടിയും രോഷത്തോടെയും സൽമാൻ റുഷ്ദി ഈ ഭാഗത്താണ് പറയുന്നത്. യൂറോപ്പിലാകമാനം, ലോകത്തിലാകമാനം ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം ഈ സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം എന്ന ആശയം ഈ ഭാഗത്ത് റുഷ്ദി കൂടുതൽ പ്രതിപാദിക്കുന്നുണ്ട്. നോബൽ സമ്മാനാർഹനായ ഏലിയാസ് കനറ്റിയെ ഉദ്ധരിച്ച് സൽമാൻ റുഷ്ദി ഇവിടെ പറയുകയാണ്, സ്വാതന്ത്ര്യം എന്നത് നാവിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് എന്ന്. നാവ് സ്വതന്ത്രമാകുമ്പോൾ ഏലിയാസ് കനറ്റിയെ സൽമാൻ റുഷ്ദി കോട്ട് ചെയ്യുകയാണ്. തോമസ് പൈനിൻ്റെ ആശയമാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൻ്റെയും അഭിപ്രായം, എൻലൈറ്റ്മെൻറ്റ് എന്ന അഭിപ്രായം തോമസ് പൈനിനെ ഉദ്ധരിച്ച് ഈ ഭാഗത്ത് സൽമാൻ റുഷ്ദി പറയുന്നുണ്ട്. തന്നെ വധിക്കാൻ ശ്രമിച്ച ആളിനെ ജയിലിൽ പോയി കാണുവാൻ റുഷ്ദി അഗാധമായി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൽ ഉടനീളം പല 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 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ എലീസ അപ്പോഴെല്ലാം അതിനെ എതിർക്കുകയാണ്. ജീവിത പങ്കാളിയായ എലീസ, കവിയായ എലീസ ഇതിനെ എതിർക്കുകയാണ്. എന്നെങ്കിലും കാണാനിട വന്നാൽ സോക്രട്ടീസിൻ്റെ ഉപദേശമാകും താൻ അയാൾക്ക് നൽകുക എന്ന് റുഷ്ദി എഴുതിയിരിക്കുന്നു. ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വെർത്ത് ലിവിങ് എന്നാണ്. ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വെർത്ത് ലിവിങ്. പരീക്ഷകളെ നേരിടാത്ത ജീവിതയോഗ്യമല്ല എന്നുള്ള സോക്രട്ടീസിൻ്റെ വരികളാണ്. റുഷ്ദിയുടെ വലത്തെ കണ്ണിന് എന്നേക്കുമായി കാഴ്ച നഷ്ടപ്പെട്ടു. റുഷ്ദി എഴുതുന്നു, എനിക്ക് ഒരുപാട് കരയാനുണ്ട്, പക്ഷേ എനിക്ക് കണ്ണീരില്ല എന്ന്. പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ പേര് റിഹാബ് എന്നാണ്. ശുഭാപ്തി വിശ്വാസം ഈ അധ്യായത്തിൽ സൽമാൻ റുഷ്ദിയിൽ നിറയുകയാണ്. ഇവിടെ കടന്നു വരുന്നത് വോൾട്ടയറാണ്. വോൾട്ടയറുടെ കാൻറ്റൈഡ്. ലോകത്തിലുള്ള ഭീകരതകളെ പരിഗണിക്കുമ്പോൾ ഒരു ധീരൻ്റെ ധീരത എന്നത് മഠയത്തരമാണെന്ന് വോൾട്ടയറെ ഉദ്ധരിച്ചുകൊണ്ട് സൽമാൻ റുഷ്ദി പറയുകയാണ്. ലോകത്തിലുള്ള ഭീകരതകളെ പരിഗണിക്കുമ്പോൾ ഒരു ധീരൻ്റെ ധീരത, ഒരൊറ്റപ്പെട്ട ധീരൻ്റെ ധീരത എന്ന് പറയുന്നത് മഠയത്തരമാണ് എന്ന്. കത്തി, നൈഫ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. കത്തി പോലും അക്ഷരമായിട്ടാണ് സൽമാൻ റുഷ്ദിയുടെ ഈ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. റുഷ്ദി ഇങ്ങനെ എഴുതുന്നു, ഭാഷയും കത്തിയാണ്. അത് ലോകത്തെ മുറിക്കുന്നു. ലോകത്തെ മുറിച്ചിട്ട് അത് അകത്തുള്ളത് നമുക്ക് കാണിച്ചു തരുന്നു. അകത്തെ പ്രവർത്തനങ്ങൾ, ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ, ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ, ലോകത്തിൻ്റെ രഹസ്യങ്ങൾ, അതിൻ്റെ സത്യങ്ങൾ.
ഭാഷയും കത്തിയാണ് റുഷ്ദി എഴുതുന്നത്. ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് അത് ഭാഷ നമ്മുടെ ആശയപ്രപഞ്ചങ്ങളെയും കാഴ്ചപ്പാടുകളെയും മുറിക്കുന്നു. ഇവിടെ റുഷ്ദി തുടർന്ന് പറയുകയാണ്, ഭാഷയായിരുന്നു എൻ്റെ കത്തി. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാൾപ്പയറ്റിൽ ഞാൻ പെട്ടുപോയാൽ എൻ്റെ വാൾ ഭാഷ തന്നെയായിരിക്കും എന്ന് റുഷ്ദി എഴുതുകയാണ്. ഡോക്ടർമാർ റുഷ്ദിയെ കണ്ണാടി നോക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ആ നീണ്ട ദിവസങ്ങളിലെല്ലാം ആഴ്ചകളോളം മാസങ്ങളോളം കണ്ണാടി നോക്കുവാൻ അനുവദിച്ചിരുന്നില്ല. കണ്ടാൽ തിരിച്ചറിയില്ല എന്നതുകൊണ്ടായിരുന്നു. ഈ ഒറ്റക്കണ്ണൻ ഭീകരൻ ആരാണ്? റുഷ്ദി എഴുതുന്നു, ഈ ഒറ്റക്കണ്ണൻ ഭീകരൻ ആരാണ്? റുഷ്ദിയിലേക്ക് ഈ സമയത്ത് വരുന്നത് ഒരു ബീറ്റിൽസ് ഗാനമാണ്. ഐ ആം ലുക്കിംഗ് ത്രൂ യു, വേർ ഡിഡ് യു ഗോ? ഞാൻ നിന്നിലൂടെ നോക്കുകയാണ്, പക്ഷേ നീ എവിടെയാണ് പോയി മറഞ്ഞിരിക്കുന്നത്? ബീറ്റിൽസിൻ്റെ ഗാനം. പഴയതുപോലെ നടക്കുക എന്നത് ഇനി ഒരിക്കലും നടക്കാത്ത സ്വപ്നമായിരിക്കും എന്ന് റുഷ്ദി പറയുന്നു. കാരണം എൻ്റെ സ്വപ്നങ്ങളുടെ വന്യനിശാഭാഷ എന്നോട് സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. കാരണം എൻ്റെ സ്വപ്നങ്ങളുടെ വന്യനിശാഭാഷ, വൈൽഡ് നൈറ്റ് ലാംഗ്വേജ് എന്നാണ് റുഷ്ദി പറയുന്നത്. വന്യനിശാഭാഷ എന്നോട് സത്യം തുറന്നു പറഞ്ഞു. നിശാഭാഷ എന്നത് ജെയിംസ് ജോയ്സിൻ്റെ പ്രയോഗമാണ്. അത് ഈ സമയത്ത് സൽമാൻ റുഷ്ദി ഓർത്തെടുക്കുകയാണ്. എത്രയോ സ്വപ്നങ്ങൾ ആ ദിവസങ്ങളിൽ സൽമാൻ റുഷ്ദി കണ്ടു. എല്ലാം അക്ഷരങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവയാണ്. അല്ലാതെ ഒരു സ്വപ്നം പോലും റുഷ്ദി കാണുന്നില്ല. ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറിൽ ഡ്യൂക്ക് ഓഫ് കോൺവാൾ അന്ധനാകുന്നത് സൽമാൻ റുഷ്ദി ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു. ജെറി കോൾട്ടിൻ്റെ പ്രശസ്ത പെയിൻറ്റിങ്ങായ ചിത്രമായ ദ റാഫ്റ്റ് ഓഫ് ദി മെഡൂസ ഒരു ദിവസം റുഷ്ദി സ്വപ്നം കണ്ടു. ഒരു സർറിയൽ സ്വപ്നമായിരുന്നു. ആ വള്ളത്തിൽ ഉണ്ടായിരുന്നത് മാക്സ് ഏൺസ്റ്റ്, റെനെ മാഗ്രിറ്റെ, സാൽവദോർ ദാലി, ലൂയി ബുനുവൽ, ഇവരൊക്കെയായിരുന്നു ആ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരും വലിയ വഴക്കായിരുന്നു പരസ്പരം. എല്ലാവരും പരസ്പരം കണ്ണുകൾ പിഴുതെടുക്കുകയായിരുന്നു. സൽമാൻ റുഷ്ദി പതുക്കെ പതുക്കെ സാധാരണ നിലയിലേക്ക് വരികയാണ്. ജോർജ് ഓർവെലിൻ്റെ 1984 ആളുകളെ 101 മുറിയിലേക്ക് മാറ്റുന്ന ഒരു ഭാഗം ഈ സമയത്ത് റുഷ്ദി ഓർക്കുന്നു. സ്നേഹമന്ത്രാലയത്തിൻ്റെ അടിത്തട്ടിലുള്ള 101 നമ്പർ മുറി, അതാണ് പീഡനമുറി. ചിന്താ പോലീസിൻ്റെ, തോട്ട് പോലീസിൻ്റെ ഇടിമുറിയാണ് അത്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഇടം ചിന്താ പോലീസ് സേനയുടെ ഇടിമുറികളാണ് എന്നാണ് റുഷ്ദി പറയുന്നത്. ഇനി നാം നൈഫ് എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ജീവിതത്തിൻ്റെ മാലാഖ, ദി ഏഞ്ചൽ ഓഫ് ലൈഫ് എന്നാണ് ഈ അധ്യായത്തിൻ്റെ, ഈ 2ാം ഭാഗത്തിൻ്റെ പേര്. ഓരോ അധ്യായത്തിനും, ഓരോ ഭാഗത്തിനും, ഈ 1ാം ഭാഗത്തിനും വിവിധ അധ്യായങ്ങളുണ്ട്, 2ാം ഭാഗത്തിനും വിവിധ അധ്യായങ്ങളുണ്ട്. ലൂയി ബുനുവിലും സാൽവദോർ ദാലിയും കൂടി ഉണ്ടാക്കിയ സിനിമയിൽ പൂർണ്ണചന്ദ്രന് കുറുകെ ഒരു മേഘപാളി പോകും പോലെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കുറുകെ ഒരു റേസർ ബ്ലേഡ് പോകുന്ന രംഗം, ലോകപ്രശസ്തമായ ആ രംഗം ഒരു ദിവസം സൽമാൻ റുഷ്ദി സ്വപ്നം കാണുന്നുണ്ട്. പുസ്തകത്തിൽ ഒരിടത്ത് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ സൈക്കോ എന്ന സിനിമ കടന്നു വരുന്നുണ്ട്. ആ സിനിമ ഒരു ഭയങ്കര സിനിമയായതിന് കാരണം അതിൽ ആളുകൾ തെറ്റായിട്ട് കൊല്ലപ്പെടുന്നത് കൊണ്ടാണ്. തെറ്റിയ മേൽവിലാസങ്ങളിലേക്ക് മരണം എത്തിച്ചേരുന്നു എന്നാണ് റുഷ്ദി ഇതിനെക്കുറിച്ച് പറയുന്നത്. സൽമാൻ റുഷ്ദി തന്നെ വധിക്കുവാൻ ശ്രമിച്ച ആളിനെ ദ എ, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ എ എന്നാണ് വിളിച്ചു പോരുന്നത്. പുസ്തകത്തിലെ 6ാമത്തെ അധ്യായത്തിൻ്റെ പേര് ദ എ എന്നാണ്. ഈ അധ്യായത്തിൻ്റെ തുടക്കം 1994 ഒക്ടോബർ 14
അന്ന് 82 വയസ്സുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ നഗ്യൂബ് മഹ്ഫൗസിന് നേരെ കെയ്റോയിൽ നടന്ന വധശ്രമത്തെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. നമുക്കറിയാം 1988 മഹ്ഫൗസിന് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന്. മഹ്ഫൂസ് പതിവ് പോലെ കെയ്റോയിലെ കോഫി ഹൗസിൽ സുഹൃത്തുക്കളെ കാണുവാനായി ഇറങ്ങിയപ്പോഴാണ് കഴുത്തിൽ കുത്തേറ്റത്. സാംസ്കാരിക ഭീകരതയുടെ ഇരയായിരുന്നു അദ്ദേഹം. മഹ്ഫൂസ് എഴുതിയ ദ ചിൽഡ്രൻ ഓഫ് ദി ജിബിലാവി എന്ന നോവലിൽ ഇസ്ലാം വിരുദ്ധത ആരോപിക്കപ്പെടുകയായിരുന്നു. ആ നോവലിലെ ഒരു ഭാഗമാണ്, അതായത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ജൂദായിസവും ക്രിസ്തുമതം ഇസ്ലാം മതം എന്ന 3 ഏക ദൈവ മതങ്ങൾ നിരോധിക്കപ്പെടുന്ന, ഇസ്ലാമിക ഭരണം തന്നെ ഈ 3 മതങ്ങളും നിരോധിക്കുന്ന ഒരു ഭാവനാ രംഗമുണ്ട്. ഏതോ തീപ്പൊരി മൗലികവാദി മുല്ല മഹാനായ എഴുത്തുകാരൻ ജീവിച്ചിരിക്കുവാൻ അർഹതയില്ലാത്തവനാണെന്ന് വിധിക്കുകയായിരുന്നു. മഹ്ഫൂസ് ബോഡി ഗാർഡ്സിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നുണ്ട്. ദ സാറ്റനിക് വേഴ്സസിൻ്റെ പേരിൽ സൽമാൻ റുഷ്ദിക്ക് നേരെ ഫത്വ വന്നപ്പോൾ 100ഓളം മുസ്ലിം എഴുത്തുകാർ അന്ന് അതിൽ പ്രതിഷേധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിലൊപ്പിട്ട ഒരാളായിരുന്നു നഗ്യൂബ് മഹ്ഫൂസും. ആ പ്രസ്താവനയിലെ ഒരു വാചകം റുഷ്ദിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. മഹ്ഫൂസ് കൂടി ഒപ്പിട്ട ആ പ്രസ്താവനയിലെ ഒരു വാചകം അതിതാണ്: സൽമാൻ റുഷ്ദിക്കെതിരെയുള്ള ഈ ഫത്വ, ഈ വധശിക്ഷ നടപ്പിലായി എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നിരുന്നാലും ആ പുസ്തകത്തിലെ ആശയവും ആ പുസ്തകവും നിലനിൽക്കും എന്ന്. എന്ന വധശ്രമിയെ കാണുവാൻ ഒരു അവസരം കിട്ടിയാൽ എന്തു പറയും എന്നത് ഈ പുസ്തകത്തിലെ ഒരു നിതാന്ത ചിന്താധാരയാണ്. ഷേക്സ്പിയറുടെ കഥാപാത്രം ഇയാഗോ ഇവിടെ കടന്നു വരുന്നു. അയാൾ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒഥല്ലോയുടെയും ഡെസ്ഡിമോണയുടെയും ജീവിതം തകർത്തു. ഇയാഗോ സ്വന്തം ജീവിതവും തകർത്തു. സ്വന്തം ജീവിതം എന്തിനു തകർത്തു എന്ന് എയോട് ചോദിക്കുവാൻ റുഷ്ദിക്ക് താല്പര്യമേ ഇല്ല. ആന്ദ്രേ ഗീദ് എഴുതിയ ദ വത്തിക്കാൻ സെല്ലേഴ്സ് എന്ന ഒരു കൃതിയും ഇവിടെ സൽമാൻ റുഷ്ദി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ലഫാക്കാഡിയോ എന്ന കഥാപാത്രം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ വധിക്കുകയാണ്. ഓടുന്ന തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് വധിക്കുകയാണ്. ഈ എയുടെ ലഫാക്കാഡിയോ ആയിരുന്നു സൽമാൻ റുഷ്ദി എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ ഭാഗം വായിക്കുമ്പോൾ. 7ാമത്തെ അധ്യായത്തിൽ മിലൻ കുന്ദേര വീണ്ടും വരുന്നുണ്ട്. സൽമാൻ റുഷ്ദി നൈഫ് എന്ന ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മിലൻ കുന്ദേര മരിച്ചത്. കുന്ദേരയുടെ വിശ്വാസം ജീവിതം എന്നത് ഒരു വൺ ഷോട്ട് അഫെയർ ആണെന്നുള്ളതാണ്. ഒരൊറ്റ ഷോട്ട് മാത്രമുള്ള ഒരു സംഗതിയാണ് ജീവിതം എന്നുള്ളതാണ്. അതായത് സംഭവിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്, ചെയ്യുന്നത് തിരുത്തുവാൻ അവസരമില്ലാത്ത വൺ ഷോട്ട് അഫെയർ ആണ് ജീവിതം എന്നുള്ളതാണ്. അതിനെയാണ് അദ്ദേഹം ദി അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ് എന്ന് വിളിച്ചത് കുന്ദേര. അതുപോലെ തന്നെ റെയ്മോൺ കാവർ എഴുതിയ ഒരു കവിതയും സൽമാൻ റുഷ്ദി ഇവിടെ ഓർക്കുന്നുണ്ട്. ഗ്രാവി എന്നൊരു കവിത. നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ, എന്നാൽ അതിനുശേഷം ഒരു എക്സ്ട്രാ 10 വർഷങ്ങളും കൂടി നിങ്ങൾക്ക് നൽകുന്നു എന്ന് വിചാരിക്കുക. സ്വന്തം ജീവിതം അവസാനിച്ചു എന്നറിഞ്ഞ സമയത്താണ് റെയ്മോൺ കാവർ ഈ കവിത എഴുതുന്നത്. ആ കവിതയിലെ ഒരു ഭാഗം ഇതാണ്: എനിക്ക് വേണ്ടി നിങ്ങൾ കരയരുതേ. അയാൾ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഭാഗ്യവാനാണ്, എന്നേക്കാൾ 10 വയസ്സ് മുതിർന്നയാളാണ് ഞാൻ, അത് മറക്കരുത്. എക്സ്ട്രാ ആയിട്ട് കിട്ടിയ 10 വർഷം. പക്ഷേ സൽമാൻ റുഷ്ദിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കൊലപാതക ശ്രമത്തിന് ശേഷം, അതിജീവിച്ചതിന് ശേഷമുള്ള ജീവിതം അദ്ദേഹത്തിന് എക്സ്ട്രാ ആയിട്ട് കിട്ടിയ ഈ കവിതയിൽ പറയുന്നത് പോലെ, ഈ റെയ്മോൺ കാർവറിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ എക്സ്ട്രാ ആയിട്ട് കിട്ടിയ ഒരു ജീവിതമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് വധശ്രമത്തിന് ശേഷമുള്ള ജീവിതത്തെയും കാണുന്നത്. വിജയനഗരം വിക്ടറി സിറ്റി എന്ന നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സൽമാൻ റുഷ്ദി വായിച്ചു കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും 2 കൃതികളായിരുന്നു. അവ പലവരും വായിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അത് വായിക്കുകയായിരുന്നു. തോമസ് മാൻ എഴുതിയ ദ മാജിക് മൗണ്ടനും ഫ്രാൻസ് കാഫ്കയുടെ ദ കാസിലും. ഈ അധ്യായത്തിൽ ഫരീദുദ്ദീൻ അറ്റർ എഴുതിയ
മൻറ്റീക് ഉറ്റ് ടയർ, പക്ഷികളുടെ സമ്മേളനം എന്ന ഒരു മിസ്റ്റിക് കവിതയെക്കുറിച്ച് സൽമാൻ റുഷ്ദി പറയുന്നുണ്ട്. ഈ കവിതയെ ഇസ്ലാമിൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് റുഷ്ദി വിളിക്കുകയാണ്. ആ പരാമർശത്തിന് ശേഷം തൻ്റെ മേൽ കിങ് ജെയിംസിൻ്റെ ഭാഷ്യമായ ബൈബിളിനുണ്ടായ വലിയ സ്വാധീനത്തെക്കുറിച്ച് റുഷ്ദി പറയുന്നു. രാത്രിയിൽ നിങ്ങൾ കരയുന്നുണ്ടാകാം, എന്നാൽ രാവിലെ സന്തോഷം വരിക തന്നെ ചെയ്യും. 30-ാമത്തെ സങ്കീർത്തനം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇതാണ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഭാഗം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സൽമാൻ റുഷ്ദിയും എലീസയും സിസ്റ്റൈൻ ചാപ്പലിൽ മൈക്കൽ ആഞ്ചലോ ചെയ്ത ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗാർഡ് വന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കരുതെന്ന്. അതിനുശേഷം റുഷ്ദി എഴുതിയിരിക്കുന്ന വാചകം, എന്നിലെ നിരീശ്വരൻ കുറച്ച് ഫോട്ടോ എടുത്തു എന്നാണ്. 1961 ഒരു സയൻസ് ഫിക്ഷൻ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാന അധ്യായം തുടങ്ങുന്നത്. ഭൂമിക്ക് തീപിടിച്ച ദിവസം. മനുഷ്യനിർമ്മിതമായ ചൂടിനാൽ ഭൂമിക്ക് തീപിടിച്ച് ഭൂമി ഭ്രമണപഥത്തിൽ നിന്നും തെറിച്ച് സൂര്യനിലേക്ക് വീഴുന്ന ഒരു ചിത്രം. നൈഫ് എന്ന പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ റുഷ്ദി BBC-യിൽ കേൾക്കുകയാണ്, സമുദ്രം തിളച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ കടലിൽ തന്നെ കിടന്ന് വേകുകയാണ് എന്ന്. എന്നെങ്കിലും എ എന്ന വധശ്രമിയെ മുന്നിൽ കാണുന്ന നിമിഷത്തെ സാമുവൽ ബെക്കറ്റ് നിമിഷം എന്ന അസംബന്ധമായിട്ടാണ് സൽമാൻ റുഷ്ദി കാണുന്നത്. വെറും 21 സെക്കൻഡുകൾ നീണ്ടു നിന്നതാണ് ഈ വധശ്രമിയും എയും സൽമാൻ റുഷ്ദിയും തമ്മിലുള്ള എൻകൗണ്ടർ. 21 സെക്കൻഡുകൾ. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൂടായിരുന്നോ എന്ന് അയാളോട് താൻ ചോദിക്കുമോ എന്ന് റുഷ്ദി ഇടയ്ക്ക് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഒരു സോനറ്റ് ആ സമയത്ത് നിനക്ക് വായിച്ചാൽ പോലായിരുന്നു എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ആ ആക്രമണത്തെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജിൽ പടർന്ന ചുവന്ന മഷി പോലെയേ സൽമാൻ റുഷ്ദി കാണുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തിൽ ഈ വധശ്രമത്തിനെ എവിടെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഒരു വലിയ പുസ്തകത്തിലെ ഒരു പേജിൽ ഒരു ചുവന്ന മഷി പടർന്നാൽ ആ പുസ്തകം വൃത്തികേടായി എന്നുള്ളൂ, ആ പുസ്തകത്തിൻ്റെ വായനാനുഭവം ഇല്ലാതാകുന്നില്ല. എൻ്റെ സർഗജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചുവന്ന മഷി പടർന്ന ഒരു പേജ് എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എന്ന വായനാനുഭവം ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എയുടെ മുന്നിൽ ഒരിക്കലെങ്കിലും വന്ന് നിന്നാൽ ഒരു പക്ഷേ സൽമാൻ റുഷ്ദി പറയാനിടയുള്ള ചില വാചകങ്ങൾ ഇവിടെയുണ്ട്. അത് ഞാനിനി പറയാം. അതിതാണ്, സൽമാൻ റുഷ്ദി എയുടെ മുന്നിൽ, വധശ്രമിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതാ നമ്മൾ രണ്ടും ഇവിടെ നിൽക്കുന്നു. ഒരാൾ നിരായുധനായ ഒരു 75-കാരനെ വധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടയാൾ. മറ്റേയാളോ അയാൾ വധിക്കാൻ ശ്രമിച്ചിട്ടും കൊല്ലപ്പെടാതെ ഇപ്പോൾ 76 വയസ്സായി ജീവിച്ചിരിക്കുന്ന ഒരാൾ. എനിക്ക് താങ്കളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ ജീവിതങ്ങൾ കുറച്ചു നേരത്തേക്ക് മാത്രം കണ്ടുമുട്ടി, പിന്നെ വേർപിരിഞ്ഞു. എന്നാൽ ആ സംഭവത്തോടുകൂടി ഞാൻ കൂടുതൽ പുരോഗമിച്ചു. താങ്കളുടെ ജീവിതമാകട്ടെ, താങ്കളുടെ കാര്യമാകട്ടെ കൂടുതൽ കഷ്ടത്തിലായി. താങ്കൾ ഒരു മോശം പകിടയാണ് കളിച്ചത്. ആ പകിടകളിയിൽ താങ്കൾ പരാജയപ്പെട്ടു. ഞാനായിരുന്നു ഈ കളിയിലെ ഭാഗ്യവാൻ. എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവസാന അധ്യായത്തിൽ ജോസെ സരമാഗോ, നോബൽ സമ്മാനം ലഭിച്ച പോർച്ചുഗീസ് എഴുത്തുകാരനായ സരമാഗോയുടെ ബ്ലൈൻഡ്നെസ് എന്ന നോവൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൽബർട്ട് കാമ്യുവിൻ്റെ പ്ലേഗും കടന്നു വരുന്നുണ്ട്. ആദ്യത്തെ സരമാഗോയുടെ ബ്ലൈൻഡ്നെസ്സിൽ ഒരു ഇടത്തെ എല്ലാവരും പെട്ടെന്ന് അന്ധരായി മാറുകയും പിന്നീട് അന്ത്യമില്ലാതാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തേതിൽ പ്ലേഗ് മഹാമാരി വരികയും പോവുകയും ചെയ്യുന്നു. എന്നിട്ട് സൽമാൻ റുഷ്ദി എഴുതുകയാണ്, ഈ ഒറ്റക്കണ്ണൻ അങ്ങനെയല്ല തോന്നുന്നത്. അന്ധരായി പോയവർക്കറിയാം അത് വെറുതെയൊന്നും അങ്ങനെ മാറിത്തരികയില്ല എന്ന്. എഴുത്തുകാരൻ ഗുന്തർ ഗ്രാസ് പറഞ്ഞൊരു കാര്യം ഇദ്ദേഹം ഈ അവസാന അധ്യായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഗുന്തർ ഗ്രാസ് പറഞ്ഞത്,
സ്വന്തം പേരിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഗുന്തർ ഗ്രാസ്. ഗുന്തറാണ് എൻ്റെ ഭാര്യയുടെ ഭർത്താവ്, ഗുന്തറാണ് അവളുടെ കുഞ്ഞുങ്ങളുടെയും പിതാവ്, എൻ്റെ കൂട്ടുകാരുടെയൊക്കെ കൂട്ടുകാരനും ഗുന്തർ തന്നെയാണ്, ഈ വീട്ടിൽ താമസിക്കുന്നതും അയാൾ തന്നെയാണ്. എന്നാൽ ഗ്രാസാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാൾ, ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നയാൾ. സൽമാൻ റുഷ്ദിയും സ്വന്തം പേരിനെ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ട് സൽമാൻ റുഷ്ദി എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് പറയുകയാണ്. പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ചാർലി ഹെബ്ഡോയുടെ കൊലകൾക്ക് ശേഷം സൽമാൻ റുഷ്ദി എഴുതിയ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചാർലി ഹെബ്ഡോയുടെ കൊലകൾക്ക് ശേഷം റുഷ്ദി എഴുതിയ വാചകങ്ങൾ. മതമെന്നത് അയുക്തിയുടെ ഒരു പ്രാചീന രൂപമാണ്. അത് ആധുനിക ആയുധങ്ങളുമായി യോജിക്കുമ്പോൾ അത്യപകടകാരിയായി മാറുന്നു. നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ അത് വകവരുത്തുന്നു. മതത്തെ ബഹുമാനിക്കുക എന്നത് ഇപ്പോൾ മതത്തെ ഭയപ്പെടുക എന്നതായി മാറിയിരിക്കുന്നു. എല്ലാ ആശയങ്ങളും എന്നതുപോലെ മതവും വിമർശനം അർഹിക്കുന്നുണ്ട്, മതവും പരിഹാസമർഹിക്കുന്നുണ്ട്, മതവും ഉറപ്പായും നിർഭയമായ അനാദരം അർഹിക്കുന്നുണ്ട്. പുസ്തകത്തിൽ അവസാനമായി സൽമാൻ റുഷ്ദി ഉദ്ധരിക്കുന്നത് ദാർശനികനായ ജോൺ ലോക്കിനെയാണ്. അതിതാണ്: I have always thought the actions of man the best interpreters of their thought. ഒരു മനുഷ്യൻ്റെ ചിന്തയുടെ ഏറ്റവും നല്ല വ്യാഖ്യാനം അയാൾ ജീവിതത്തിൽ എന്തു ചെയ്തു എന്നുള്ളതാണ്. അക്ഷരം എന്ന ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.